കമ്മോഡിറ്റി മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. ജനറൽ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഉണ്ട്, കമ്മോഡിറ്റി മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഉണ്ട്. കമ്മോഡിറ്റി മാർക്കറ്റിംഗ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഓരോ റബ്ബർ, കോക്കനട്ട് അങ്ങനെ ഓരോ വ്യത്യസ്ത ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള മാർക്കറ്റിംഗ് സൊസൈറ്റീസാണ്. കമ്മ്യൂണിറ്റി മാർക്കറ്റ് എക്സ്ചേഞ്ച് സൊസൈറ്റീസിൽ കേരള സ്റ്റേറ്റ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആണെന്ന് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കേരള റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ അല്ലെങ്കിൽ റബ്ബർ മാർക്ക് ഇതൊരു സ്റ്റേറ്റ് ലെവൽ ഫെഡറേഷനാണ്. എല്ലാ പ്രൈമറി റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റീസിനെയും യോജിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്റ്റേറ്റ് ലെവൽ ഫെഡറേഷനാണ്. ഇത് ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. ഇത് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത് 1971 സ്പെഷ്യൽ കമ്മ്യൂണിറ്റി മാർക്കറ്റ് ഫെഡറേഷൻ ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എടുക്കുകയാണെങ്കിൽ എൻ്റയർ സ്റ്റേറ്റ് ഓഫ് കേരളയാണ്. ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി മാർക്കറ്റ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റീസിനെ കുറിച്ചാണ് പറയുന്നത്. റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി പ്രൈമറി സൊസൈറ്റീസ് ഉണ്ട്, അതിൻ്റെ ഫെഡറേഷനും ഉണ്ട്. റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റീസിൻ്റെ പ്രൈമറി സൊസൈറ്റീസ് സ്മോൾ സ്കെയിലായിട്ടുള്ള റബ്ബർ ഗ്രോവേഴ്സിന് റബ്ബർ ഡീലേഴ്സിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ്. 1954 റബ്ബർ ബോർഡ് ഒരു കമ്മിറ്റീനെ ഇതിനെ കുറിച്ച് പഠനം നടത്താൻ കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്തത്. 1956 പ്ലാന്റേഷൻ എൻക്വയറി കമ്മീഷൻ ഒബ്സർവ്ഡ് ദാറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി ഷുഡ് ബി ഫോംഡ് വിത്ത് കോപ്പറേറ്റീവ് ആൻഡ് സപ്ലൈ ബാങ്കിങ് ഫെസിലിറ്റീസ്. സപ്ലൈ ഫെസിലിറ്റിയും ബാങ്കിങ് ഫെസിലിറ്റിയോട് കൂടി ഒരു കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആരംഭിക്കാനുള്ള നിർദ്ദേശം പ്ലാന്റേഷൻ കമ്മീഷൻ്റെ മുന്നോട്ട് വെക്കുകയുണ്ടായി. then ഈ പ്രൈമറി സൊസൈറ്റീസൊക്കെ ചേർത്തുകൊണ്ട് സ്മോൾ റബ്ബർ ഗ്രോവേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രൂപം കൊടുത്ത പ്രൈമറി സെക്ടേഴ്സ് കോപ്പറേറ്റീവ്സൊക്കെ ചേർന്നുകൊണ്ട് ഒരു സ്റ്റേറ്റ് ലെവലായിട്ടുള്ള കോപ്പറേറ്റീവ് ഫെഡറേഷൻ എന്ത് ചെയ്തു രൂപം കൊടുക്കുകയുണ്ടായി. അതിൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് പ്രൈമറി സൊസൈറ്റീസ് കൂടാതെ റബ്ബർ ബോർഡും അതിലൊരു മെമ്പറാണ്. റബ്ബർ മാർക്കിലെ മെമ്പറാണ് റബ്ബർ ബോർഡ്. ഇത് വർക്ക് ചെയ്യുന്നത് ആക്ടേഴ്സ് കമ്മീഷൻ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റോറേജ്, ഡിപ്പോസ്റ്റ്, ഫാക്ടറി ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെഷീനറീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മെമ്പേഴ്സിന്. പിന്നെ അഡ്വാൻസ് നൽകുന്നുണ്ട്. ഗ്രേഡിംഗ് ഓഫ് റബ്ബർ ഫിക്സഡ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി നിശ്ചയിക്കാൻ ഗ്രേഡിങ്ങിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സഹായം ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇൻഫോംസ് പ്രൈസ് ഓഫ് റബ്ബർ ആൻഡ് റബ്ബർ പ്രൊഡക്റ്റ് ടു ദി മെമ്പേഴ്സ്. പ്രൈസ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെമിനാർ ഡിസ്കഷൻ ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അസിസ്റ്റ് അഡ്വൈസസ് ടു ദി മെമ്പേഴ്സ് ഇൻ ഗെറ്റിംഗ് ലോൺസ് ഫ്രം റബ്ബർ ബോർഡ്, നാഷണലൈസ്ഡ് ബാങ്ക്, ഗവൺമെൻറ് എന്നൊക്കെയുള്ള ലോൺ കിട്ടാനുള്ള അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഇത്തരത്തിലുള്ളൊരു ഫെഡറേഷനാണ് റബ്ബർ മാർക്ക് ഫെഡറേഷൻ എന്ന് പറയുന്നത്. ഇവയുടെ ഫണ്ട്, സോഴ്സ് ഓഫ് ഫണ്ട് എവിടെ നിന്നാണെന്നുള്ളതാണ്. സോഴ്സ് ഓഫ് ഫണ്ട് ഷെയർ ക്യാപിറ്റലിൽ നിന്നും, ഡോൺസിൻ ക്യാഷിൽ നിന്നും, അതുപോലെ തന്നെ KCB എന്നുള്ള ലോണിൽ നിന്നും, വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ റബ്ബർ ബോർഡിൽ നിന്നും, NCDC നിന്നും, ഗവൺമെൻറ്റിൽ നിന്നും, കൊമേഴ്സ്യൽ ബാങ്കിൽ നിന്നൊക്കെയുള്ള ലോൺ വഴിയാണ് ഇവിടെ ഫണ്ട് മൊബിലൈസ് ചെയ്യുന്നത്. ഇതിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് 50 മെമ്പർ ഡയറക്ടർ ബോർഡാണ്. 10 എലക്റ്റഡ്, 3 നോമിനി ഓഫ് ദി ഗവൺമെൻറ് ആയിരിക്കും. രജിസ്ട്രാർ പിന്നെ മാനേജിംഗ് ഡയറക്ടറാണ്. മറ്റുള്ള മെമ്പേഴ്സ് ജനറൽ ബോഡി ഉണ്ടായിരിക്കുകയ്ക്ക് ഈ 11 മെമ്പേഴ്സിൽ നിന്ന് 10 മെമ്പേഴ്സിൽ തന്നെ 8 മെമ്പേഴ്സ് ആർ ഡെലിഗേറ്റ്സ് ഓഫ് പ്രൈമറി റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരിക്കും. പ്രൈമറി സൊസൈറ്റീസിൻ്റെ അംഗങ്ങളായിരിക്കും ഈ 8 അംഗങ്ങൾ. 2 റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് റബ്ബർ ബോർഡ് ആയിരിക്കും.
2 പേര് റബ്ബർ ബോർഡിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും, 3 ഗവൺമെൻറ് നോമിനീസ് ആയിരിക്കും. ഇതിന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. ഈ ഡയറക്ടർ ബോർഡ് ഡെലിഗേറ്റ് ചെയ്ത പവേഴ്സുള്ള അധികാരമുള്ള കാര്യങ്ങളിലൊക്കെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും തീരുമാനമെടുക്കും. ഇവയുടെ പ്രധാന ധർമ്മം എന്താണെന്ന് വെച്ചാൽ പ്രൊക്യൂർമെൻറ്റ് മാർക്കറ്റിംഗ് ഓഫ് റബ്ബറാണ്. റബ്ബർ പ്രൊക്യൂർ ചെയ്യുകയും അത് മാർക്കറ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ചുമതലപ്പെടുന്നത്. ഏത് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആയിക്കോട്ടെ, നമുക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ 3 P's-ഉം 1 M ഓർമ്മിച്ചാൽ മതി. പ്രൊഡക്ഷൻ, പ്രൊക്യൂർമെൻറ്റ്, പ്രോസസ്സിങ്, പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ്. ഇത്രയും ധർമ്മങ്ങൾ ചെയ്യാൻ എന്നുള്ളതായിരിക്കും ഫെഡറേഷനൊക്കെ പണി. പ്രൊക്യൂർമെൻറ്റ് ഔട്ട്റൈറ്റ് ബേസിലാണ്. ഔട്ട്റൈറ്റ് ബേസിസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഔട്ട്റൈറ്റ് ബേസിസിലാണ് പ്രൊക്യൂർമെൻറ്റ്. ദെൻ സെയിൽസ്, ഡയറക്റ്റ്ലി സെയിൽ ചെയ്യുന്നുണ്ട്. ഈ റബ്ബർ മാർക്ക് ഡയറക്റ്റ് സെയിൽസിൽ ഏർപ്പെടുന്നുണ്ട്. അവരുടെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളായിട്ട് വിപണിയിൽ ഇറങ്ങിയിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ എക്സ്പോർട്ട് ത്രൂ സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ. സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷനിലൂടെ എക്സ്പോർട്ട് നടത്തുകയും ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ എക്സ്പോർട്ട് ചെയ്യാനും ഈ മാർക്കറ്റിംഗ് സൊസൈറ്റീസ്, മാർക്കറ്റിംഗ് ഫെഡറേഷൻ സഹായിക്കുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഡ്വാൻസ് പ്ലഡ്ജ് ലോൺസ് അഡ്വാൻസ് ചെയ്യുന്നുണ്ട്. ഫെർട്ടിലൈസേഴ്സ് മിക്സിംഗ് യൂണിറ്റ് ഉണ്ട്. ഇവർ സ്വന്തമായിട്ടുള്ള ഫെർട്ടിലൈസറുകളൊക്കെ പുറത്തിറക്കുന്നുണ്ട്. പിന്നെ ഏരിയൽ സ്പ്രേയിങ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, ഹെലികോപ്റ്ററൊക്കെ വന്നുകൊണ്ട് മൊത്തം സ്പ്രേ ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ അതുവഴി ഒരു ലാർജ് ഏരിയയിലുള്ള ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്നുള്ളത്, അത് ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങൾ ഒക്കെ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഉണ്ട്. ഇത് എക്സ്പേർട്ടിൻ്റെ അഡ്വൈസുകൾ നൽകുന്നുണ്ട്. ഇതിൻ്റെ റബ്ബർ മാർക്കറ്റിങ്ങായിട്ട് ബന്ധപ്പെട്ട് എക്സ്പേർട്ടിൻ്റെ അഡ്വൈസുകൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന അഡ്വൈസസ് നൽകുന്നുണ്ട്. സോയിൽ ടെസ്റ്റിംഗ് ആൻഡ് ലീഫ് ടെസ്റ്റിംഗ് പോലുള്ളവ നൽകുന്നുണ്ട്. സോയിൽ മണ്ണിനങ്ങൾ, കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണിനങ്ങളാണോ, അല്ലെ മണ്ണിനത്തിൽ വളം ഉപയോഗിക്കേണ്ടത് എങ്ങനെ, ഏത് വളം ഉപയോഗിക്കണം എന്നൊക്കെ സോയിൽ ടെസ്റ്റിൻ്റെയും, അതുപോലെ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ചറിയാൻ വേണ്ടി ലീഫ് ടെസ്റ്റിംഗ് ഒക്കെ സഹായിക്കും. അപ്പോൾ സോയിൽ ടെസ്റ്റിങ്ങും ലീഫ് ടെസ്റ്റിങ്ങും ഒക്കെ ഇത് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ്റെ ധർമ്മങ്ങളായിട്ട് വരുന്നത്. നെക്സ്റ്റ് കേര കർഷക സഹകരണ ഫെഡറേഷൻ. കേര കർഷകരുടെ, കോക്കനട്ട് കർഷകരുടെ സഹകരണ ഫെഡറേഷനാണ് കേര ഫെഡ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപെക്സ് സൊസൈറ്റിയാണ്. കുറേ പ്രൈമറി സൊസൈറ്റീസ് ചേർന്നുകൊണ്ട് ഉണ്ടാക്കുന്ന അവയുടെയൊക്കെ ഒരു ഫെഡറേഷനാണ് കേര ഫെഡ് എന്ന് പറയുന്നത്. അത് കോക്കനട്ട് കൾട്ടിവേറ്ററെല്ലാം ഒന്നിച്ച് ബ്രിങ്ങിങ് ടുഗദർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഉപയോഗിച്ചത്. ഇതിൽ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, പ്രൈമറി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, NCDC, നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ്, സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്. ഇത്രയും ആളുകൾ ഇതിന് മെമ്പേഴ്സാണ്. മാനേജ്മെൻറ്റ് 24 മെമ്പർ ഡയറക്ടർ ബോർഡ് ഇതിനുണ്ട്. അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും മറ്റുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളെ പോലെ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ഇവയ്ക്കും ഉണ്ട്. ഇൻ്റഗ്രേറ്റഡ് കോക്കനട്ട് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, അത് ഫിനാൻസ് ചെയ്തത് NCDC-യും യൂറോപ്യൻ എക്കണോമിക് കമ്മീഷനാണ്. ഈ രണ്ട് ഏജൻസികളുടെയും നേതൃത്വത്തിലുള്ള ഇൻ്റഗ്രേറ്റഡ് കോക്കനട്ട് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നടപ്പിലാക്കുകയുണ്ടായി. ഏകദേശം 82 crore പദ്ധതിയായിരുന്നു അത്. അത് ഈ ഫെഡറേഷനെ കൊണ്ട് സാധ്യമായ ഒരു കാര്യമാണ്. ഫെഡറേഷൻ അണ്ടർടേക്ക് പ്രൊഡക്ഷൻ, പ്രൊക്യൂർമെൻറ്റ്, പ്രോസസ്സിങ്. നമ്മൾ പറഞ്ഞിട്ടുള്ള ആ 3 P's ഓർമ്മിക്കുക. പ്രൊക്യൂർമെൻറ്റ്, പ്രൊഡക്ഷൻ, പ്രോസസ്സിങ്, സ്റ്റോറേജ് ആൻഡ് മാർക്കറ്റിംഗ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കേര ഫെഡ് കൊണ്ട് ചെയ്യാൻ കഴിയുന്നത്.
2 ടയർ കോപ്പറേറ്റീവ് സ്ട്രക്ചറാണിത്. അതായത് പിന്നെ പ്രൈമറി കർഷകരുടെ പ്രൈമറി സൊസൈറ്റീസും അവയുടെ അപ്പെക്സ് സൊസൈറ്റി ആയിട്ട് കേരഫെഡും നിലകൊള്ളുന്നു. അത്തരത്തിൽ 900 അഫിലിയേറ്റഡ് പ്രൈമറീസ് കേരഫെഡിനുണ്ട്. ആ 900 പ്രൈമറീസും കേരഫെഡ് ചേർന്നിട്ടുള്ള ഒരു 2 ടയർ കോപ്പറേറ്റീവ് സ്ട്രക്ചറാണ് അവയ്ക്കുള്ളത്. ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഓയിൽ മിൽസുകളുടെ അണ്ടറിലുണ്ട്. ഓയിൽ പ്രൊഡക്ഷൻ്റെ ബ്രാൻഡ് നെയിം തന്നെ കേര എന്നാണ്. കേര എന്ന ബ്രാൻഡ് നെയിമിലാണ് ഓയിൽ അവർ ഉൽപ്പാദിപ്പിച്ച് വിപണിയിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദെൻ എന്താണ് റെഗുലേറ്റഡ് മാർക്കറ്റ് എന്ന് നോക്കാം. റെഗുലേറ്റഡ് മാർക്കറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1928 ആസ് പെർ ദി റോയൽ കമ്മീഷൻസ് ആക്ഷൻ. റോയൽ കമ്മീഷൻസ് ആക്ഷൻ അനുസരിച്ചാണ് ഈ റെഗുലേറ്റഡ് മാർക്കറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഒരുപാട് മാൽ പ്രാക്ടീസസ് ട്രേഡേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട്. അത് ചെക്ക് ചെയ്യാമെന്നുള്ളതാണ് റെഗുലേറ്റഡ് മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗവൺമെൻറ് സ്പെഷ്യൽ രജിസ്ട്രേഷനിലൂടെയാണ് ഈ ഒരു റെഗുലേറ്റഡ് മാർക്കറ്റ് കൊണ്ടുവന്നത്. ഫ്രീ മാർക്കറ്റ് എക്സിസ്റ്റ് ഇൻ മലബാർ ഏരിയയിലെ ചില മാർക്കറ്റുകളിൽ മാത്രമാണ് ഈ ഫ്രീ സച്ച് മാർക്കറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളത്. മലബാറിൽ കുറച്ച് ഏരിയയിലുള്ള മാർക്കറ്റ് മാത്രമാണ് ഇത്തരം മാർക്കറ്റുകൾ നിലകൊള്ളുന്നത്. അത് പ്രൈമറി പ്രൊഡ്യൂസേഴ്സിന് എക്സ്പ്ലോയിറ്റേഷൻ ഇല്ലാതെ രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാം, വിപണിയിൽ ഇടപെടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വിപണിയാണ് നിയന്ത്രിത വിപണി എന്നുള്ളതാണ് റെഗുലേറ്റഡ് മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ റെഗുലേറ്റഡ് മാർക്കറ്റൊക്കെ മാനേജ് ചെയ്യുന്നത് മാർക്കറ്റ് കമ്മിറ്റീസ് ആണ്. മാർക്കറ്റ് കമ്മിറ്റീസ് എന്ന് പറഞ്ഞാൽ അതിന് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവും, ട്രേഡേഴ്സ് ഉണ്ടാവും, ലോക്കൽ ബോഡീസ് ഉണ്ടാവും, ഒഫീഷ്യൽസ് ഓഫ് ദി അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റ്, മറ്റ് ഒഫീഷ്യൽസൊക്കെ അതിലുണ്ടാവും. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് കമ്മിറ്റി, ഈ ഒരു മാർക്കറ്റ് കമ്മിറ്റീസ് ആണ് റെഗുലേറ്റഡ് മാർക്കറ്റ് മാനേജ് ചെയ്യുന്നത്. അവരുടെ പണി എന്ന് പറഞ്ഞാൽ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഫെയർ ട്രേഡ് പ്രാക്ടീസസ് എന്ത് ചെയ്യുക, എൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. ലൈസൻസിങ് കൊടുക്കുക, ഫിക്സേഷൻ ഓഫ് മാർക്കറ്റിംഗ് ചാർജസ് ഫിക്സ് ചെയ്യുക, ഇൻസ്പെക്ഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് സ്കെയിൽസ്, വെയിറ്റ് ആൻഡ് മെഷർ, ചെക്കിംഗ് ക്വാളിറ്റി, ഇതൊക്കെയാണ് എന്ത് ഈ മാർക്കറ്റ് കമ്മിറ്റിയുടെ ചുമതല. എന്തൊക്കെയാണ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് നേരിടുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ എന്നുള്ളതാണ് അടുത്ത പറയുന്നത്. ഫാമേഴ്സ് ഇൻഡിഫറൻ്റ് ആണ്. ഫാർമേഴ്സ് ഇന്ത്യയില്ല, അവിടെ ട്രേഡേഴ്സ് ആണോ എന്നുള്ള രീതിയിലല്ല ഈ ഒരു മാർക്കറ്റിംഗ് ഫെഡറേഷനിൽ മെമ്പർഷിപ്പ് ലഭിക്കുന്നത്. അപ്പോൾ അത് ട്രേഡേഴ്സ് കൂടി അതിൽ മെമ്പർ ആകുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. പിന്നെ മറ്റൊന്ന് കോപ്പറേറ്റീവ് ഡു നോട്ട് ഹാവ് ആഡിക്വേറ്റ് നോളജ്. കോപ്പറേറ്റീവ്സിന് എന്തില്ല, വ്യക്തമായ അറിവ്, നോളജിൻ്റെ ലാക്ക് നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ്. മറ്റൊരു പ്രശ്നമാണ് ഗ്യാപ്പ് ബിറ്റ്വീൻ പ്രൈമറി സൊസൈറ്റീസ് ആൻഡ് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഡ്യൂ ടു പുവർ ലിങ്കേജ്. അവരുടെ പുവർ ലിങ്കേജ് കൊണ്ട് പ്രൈമറി മാർക്കറ്റ് സൊസൈറ്റിയും സ്റ്റേറ്റ് മാർക്കറ്റ് ഫെഡറേഷനും തമ്മിലൊരു പ്രോപ്പറായിട്ടുള്ള ലിങ്ക് കണക്ഷൻ ഇല്ല. അവർ വലിയൊരു ഗ്യാപ്പ് നിലനിൽക്കുന്നുണ്ട് എന്ന് പറയാം. അൺഹെൽത്തി കോമ്പറ്റീഷൻ വിത്ത് ക്രെഡിറ്റ് സൊസൈറ്റീസായിട്ട് അൺഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷന് നേരിടുന്നുണ്ട്. മാർക്കറ്റ് ഫെഡറേഷൻസ് ക്രെഡിറ്റ് സൊസൈറ്റീസായിട്ട് മത്സരിക്കേണ്ട അവസ്ഥ ഉണ്ട്. ഫേവറിറ്റിസം, നമുക്ക് ബന്ധപ്പെട്ട ആളുകൾക്ക് സ്വജനപക്ഷപാതം, കറപ്ഷൻ, അഴിമതി, മിസ്മാനേജ്മെൻറ്റ് ഓഫ് മാനേജിങ് കമ്മിറ്റിയുടെ മിസ്മാനേജ്മെൻറ്റ്, ഇതൊക്കെയും മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ നേരിടുന്ന പ്രശ്നങ്ങളാണ്. നെഗ്ലിജൻസ് ഓഫ് പ്രോസസ്സിംഗ് ഫംഗ്ഷനെ അത്രത്തോളം നമ്മൾ പരിഗണിക്കുന്നില്ല. ഇൻഎഫിഷ്യൻറ്റ് സൂപ്പർവൈസറി മെഷീനറി അത്രത്തോളം എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ലാക്ക് ഓഫ് സഫിഷ്യൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, ആവശ്യമായ വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല. ഇതൊക്കെയാണ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ നേരിടുന്ന പ്രശ്നങ്ങൾ. മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ട്രേഡേഴ്സിന് മെമ്പർമാരാവാം, ആഡിക്വേറ്റ് നോളജ് ഇല്ലാത്ത പ്രശ്നം, ഗ്യാപ്പിൻ്റെ പ്രശ്നം, അൺഹെൽത്തി കോമ്പറ്റീഷൻ, ഫേവറൈറ്റിസം, കറപ്ഷൻ, മിസ്മാനേജ്മെൻറ്റ് ഓഫ് മാനേജിംഗ് കമ്മിറ്റീസ്, നെഗ്ലിജൻസ് ഓഫ് പ്രോസസ്സിംഗ് ഫങ്ഷൻസ്, ഇൻഎഫിഷ്യൻറ്റ് സൂപ്പർവൈസറി മെഷീനറി, ലാക്ക് ഓഫ് സഫിഷ്യൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇതിനെ ഇംപ്രൂവ് ചെയ്യാനുള്ള ഫാക്ടേഴ്സ് റിക്വയർഡ് ടു ഇംപ്രൂവ് ഈ വർക്കിംഗ് ഓഫ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. എന്തൊക്കെയാണ് ഇതിനെ ഇംപ്രൂവ് ചെയ്യാനുള്ള ഫാക്ടേഴ്സ് എന്ന് നോക്കാം. ഫോർ റിമൂവിങ് അൺനെസസറി ആൻഡ് അൺഹെൽത്തി കോമ്പറ്റീഷൻ, നമുക്ക് അൺനെസസറി ആയിട്ടുള്ള കോമ്പറ്റീഷൻ ഇല്ലാതാക്കാൻ വേണ്ടി ബിറ്റ്വീൻ മാർക്കറ്റിംഗ് ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റീസ് തമ്മിൽ അൺനെസസറി ആയിട്ടുള്ള മത്സരങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി
എഫക്റ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. എഫക്റ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക വഴി അൺഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. Then all primary marketing societies should be member of state marketing federation. എല്ലാ പ്രൈമറി സൊസൈറ്റീസിനെയും നമ്മുടെ ഈ മാർക്കറ്റിംഗ് ഫെഡറേഷനിൽ മെമ്പർ ആക്കിയിരിക്കണം. ദെൻ മറ്റൊന്ന് എക്സ്പേർട്ട് ഒപ്പീനിയൻ ഫോർ ഗ്രേഡിംഗ് സ്റ്റാൻഡേർഡൈസേഷൻ. ഗ്രേഡിങ്ങിനെ കുറിച്ച് സ്റ്റാൻഡേർഡൈസിനെ കുറിച്ചൊക്കെ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ പ്രൊവൈഡ് ചെയ്യാൻ കഴിയണം മാർക്കറ്റിംഗ് സൊസൈറ്റീസിൻ്റെ ഫെഡറേഷന്. ഗവൺമെൻറ് മസ്റ്റ് പ്രൊവൈഡ് ആഡിക്വേറ്റ് ഫിനാൻസ്. ഈ ഫെഡറേഷന് പ്രവർത്തിക്കുന്ന മാർക്കറ്റിംഗ് സൊസൈറ്റീസിനൊക്കെയും ആഡിക്വേറ്റുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറാവണം. ദ വർക്കിംഗ് ഓഫ് മാനേജ്മെൻറ്റ് കമ്മിറ്റി ഷുഡ് ബി ബൂസ്റ്റഡ്. മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ വർക്കിംഗ് എന്തായിരിക്കണം, നന്നാക്കാൻ എടുക്കണം, ബൂസ്റ്റ് ചെയ്യണം. ദെൻ ഗവൺമെൻറ് മസ്റ്റ് ഹെൽപ്പ് ദി സൊസൈറ്റീസ്. ഗവൺമെൻറ് എന്ത് ചെയ്യണം, സൊസൈറ്റീസിനെ ഹെൽപ്പ് ചെയ്യണം. ദ സൊസൈറ്റി ഷുഡ് ഡെവലപ്പ് ടു ഓഫർ ന്യൂ സർവീസ്. പുതിയ പുതിയ സർവീസുകൾ ഇതിൽ ആഡ് ചെയ്യാൻ കഴിയുന്നത് അവർ ചെയ്യണം. ദ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഷുഡ് ഡെവലപ്പ് എ ക്ലിയർ കട്ട് സ്ട്രാറ്റജി. ഒരു ക്ലിയർ കട്ട് സ്ട്രാറ്റജി മാർക്കറ്റിംഗ് ഫെഡറേഷൻ കൊണ്ടുവരണം. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഷുഡ് ബി വൈഡ്ലി പബ്ലിഷ്ഡ് അമംഗ് ദി ഫാർമേഴ്സ്. ഫാർമേഴ്സിൻ്റെ ഇടയിൽ ഈ ഒരു കോപ്പറേറ്റീവ്സിൻ്റെ പ്രിൻസിപ്പിൾസ് വൈഡ്ലി പബ്ലിഷ് ചെയ്യണം. അപ്പോൾ ഈ ഫാക്ടേഴ്സൊക്കെ എന്നൊന്ന് എഫക്റ്റീവായ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക, സ്പെസിഫിക് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, എല്ലാ സൊസൈറ്റിയിലും എല്ലാവരെയും മെമ്പറാക്കി അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുക, എക്സ്പേർട്ട് ഒപ്പീനിയൻ പ്രൊവൈഡ് ചെയ്യുക, അഡിക്വേറ്റ് ഫിനാൻസ്, അതേപോലെ തന്നെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനുള്ള പണികൾ, സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ് സൊസൈറ്റീസിന് എന്ത് ചെയ്യണം, സ്റ്റോറേജ് പ്ലേസസ് പ്രൊവൈഡ് ചെയ്യണം, ന്യൂ സർവീസസ് ഓഫർ ചെയ്യുക. ഇതുവഴിയൊക്കെ എന്ത് ചെയ്യാം, കോപ്പറേറ്റീവ് ഫെഡറേഷൻ മാർക്കറ്റിംഗ് ഫെഡറേഷന് ഈ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും. എന്തൊക്കെ സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് ഈ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിനുള്ളതെന്ന് അറിയാം. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നുള്ള ഫിനാൻസ് ഉണ്ട്, നാഷണൽ ഫെഡറേഷൻ എന്നുള്ള ഫിനാൻസ്, നാഫെഡ് എന്നുള്ള ഫിനാൻസ്, SBI എന്നുള്ള ഫിനാൻസ്, മാർക്കറ്റിംഗ് ബോർഡുകളിൽ നിന്നുള്ള ഫിനാൻസ്. ഇങ്ങനെ വ്യത്യസ്ത ഫിനാൻസിൻ്റെ സോഴ്സസ് ഈ ഒരു സൊസൈറ്റിക്ക് ഉണ്ട്. ഈ സൊസൈറ്റി ഈ വ്യത്യസ്തമായിട്ട് സോഴ്സസിൽ നിന്നൊക്കെ മൊബിലൈസ് ചെയ്തിട്ടുള്ള റിസോഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് സൊസൈറ്റീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ഉള്ളത് പോൾട്രി കോപ്പറേറ്റീവ്സ് ആണ്. പോൾട്രി കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ രംഗത്തുള്ള ഫെഡറേഷൻ പോലെ തന്നെ ഒരു ഫെഡറേഷനാണ് ഫാമിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഈ ഫാമിംഗ് സൊസൈറ്റീസ് ഒരു സബ്സിഡറി ഓക്കുപ്പേഷനാണ് വില്ലേജ് കമ്മ്യൂണിറ്റിയുടെ. ഈ സബ്സിഡറി ഓക്കുപ്പേഷൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പെരിഷബിളാണ് ഇതിൻ്റെ നാച്ചർ. ഇതിൻ്റെ പ്രൊഡക്റ്റൊക്കെ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകുന്നത്. മുട്ടയായിക്കോട്ടെ, മീറ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ തന്നെ എഗ്ഗ്, മീറ്റ്, ഇതൊക്കെ തന്നെ പെട്ടെന്ന് പെരിഷബിൾ നാച്ചറാണ്. FMCG ഗുഡ്സിൽ വരുന്നതാണ്. ഈ ഇത്തരം ഗുഡ്സിൻ്റെ മാർക്കറ്റിംഗും ഒക്കെ കുറച്ചുകൂടി ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അതുപോലെ തന്നെ ബേർഡ് ഫ്ലൂ പോലുള്ളതൊക്കെ വന്നു കഴിഞ്ഞാൽ ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്, ഈ മാർക്കറ്റ് അങ്ങനത്തെ ഡൗൺ ആകുന്നുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇത് നേരിട്ടിട്ടുണ്ട് കേരളത്തിൽ. എന്നിട്ടും ഒരു 64 പോൾട്രി സൊസൈറ്റീസ് കേരളത്തിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പോൾട്രി സൊസൈറ്റീസ്, പോൾട്രി കോപ്പറേറ്റീവ്സ് നമ്മൾ കമ്മോഡിറ്റി കോപ്പറേറ്റീവ്സ് പോലെ തന്നെ മറ്റൊരു കോപ്പറേറ്റീവ്സ് ആണ്. നമ്മൾ പറഞ്ഞു വന്നത് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്താന്ന് പറഞ്ഞു, റബ്ബർ മാർക്ക് എന്താന്ന് പറഞ്ഞു, കാരാഫെഡ് എന്താന്ന് പറഞ്ഞു, ദെൻ പോൾട്രി കോപ്പറേറ്റീവ്സ് എന്താണെന്നും പറഞ്ഞു. ഓക്കെ, റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റീസ്, പോൾട്രി കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, കാരാഫെഡ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അഗ്രികൾച്ചർ കോക്കനട്ട് കൃഷി ചെയ്യുന്ന ആളുകൾക്കെല്ലാം ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ പ്രവർത്തിച്ചു വരുന്നൊരു ഫെഡറേഷനായിട്ട് മാറിയിട്ടുണ്ട്. റബ്ബർ മാർക്ക് റബ്ബർ കർഷകർക്കൊക്കെ പ്രയോജനപ്പെടുന്ന രീതിയിലുള്ളൊരു ഫെഡറേഷനായിട്ട് അവയും നിലകൊള്ളുന്നുണ്ട്. അപ്പോൾ ഈ ഫെഡറേഷനെ കൊണ്ടാണ് എന്ത് ചെയ്യുന്ന പ്രയോജനം ഇവർക്ക് കർഷകർക്കുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഫെഡറേഷനെ കുറിച്ചും അതേപോലെ തന്നെ അവരുടെ പ്രൈമറി കോപ്പറേറ്റീവ്സിനെ കുറിച്ചും നമ്മൾ അറിഞ്ഞു വെക്കണം. റബ്ബറിൻ്റെ പ്രൈമറി കോപ്പറേറ്റീവ്സ് ഉണ്ട്, അതുപോലെ കർഷകരുടെ പ്രൈമറി കോപ്പറേറ്റീവ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒന്നാണ് പോൾട്രി കോപ്പറേറ്റീവ്സ്. പോൾട്രി കോപ്പറേറ്റീവ്സ് എന്താണെന്ന് പറഞ്ഞു. പോൾട്രി കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വളർത്തിയിട്ട് അവയുടെ മുട്ടയും മറ്റു ഉൽപ്പന്നങ്ങളും വിപണിയിലെത്തിക്കുകയാണ് ഇവരുടെ പോൾട്രി കോപ്പറേറ്റീവ്സിൻ്റെ ധർമ്മം.
അപ്പോൾ അതിന് മാർക്കറ്റിന് വേണ്ട ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് നമ്മുടെ പ്രദേശത്ത് ഉണ്ടായിരിക്കണം. അതില്ലാത്ത ഒരു പ്രശ്നം നേരിടുന്നുണ്ട് പോൾട്രി കോപ്പറേറ്റീവ്സ് ഒക്കെ തന്നെ. അതുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോഴും പോൾട്രി കോപ്പറേറ്റീവ്സ് അത്രത്തോളം വൈഡായിട്ടുള്ള വലിയ രീതിയിലുള്ള പബ്ലിസിറ്റിയോടുകൂടി വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയാത്തത് പോകുന്നത്. ഇപ്പോൾ ഏകദേശം കെയർ ഓഫ് ഫെഡ് ആയിക്കോട്ടെ, പിന്നെ റബ്ബർ മാർക്ക് ആയിക്കോട്ടെ, ഇതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിലെ കേര കർഷകരുടെയും പോൾട്രി ഫാർമേഴ്സിൻ്റെയും ഒക്കെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള സൊസൈറ്റീസാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വളർന്നു വന്നിട്ടുള്ളത്. അത്തരത്തിലൊരു സൊസൈറ്റി കൂടിയാണ് ഈ പോൾട്രി കോപ്പറേറ്റീവ്സ്. ഓക്കെ, ഇവിടെ ഇന്ന് പറഞ്ഞിട്ടുള്ളത് കെയർ ഓഫ് ഫെഡ്, റബ്ബർ മാർക്ക് ആൻഡ് പോൾട്രി കോപ്പറേറ്റീവ്സ് ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്.